നമസ്തേ. രാമായണം 4 സംസ്കാരങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 1 ദശരഥൻ്റെ സംസ്കാരം, 2 ദശമുഖൻ്റെ സംസ്കാരം, 3 കുരങ്ങിൻ്റെ സംസ്കാരം, 4 കാട്ടാളൻ്റെ സംസ്കാരം. ദശരഥൻ്റെ സംസ്കാരം അതാണ് അയോധ്യ. ദശമുഖൻ്റെ സംസ്കാരം അതാണല്ലോ രാക്ഷസന്റെ സംസ്കാരം, അത് ലങ്കയാണ്. 3-ാമത്തേതാണ് കുരങ്ങിൻ്റെ സംസ്കാരം, വാനരൻ്റെ സംസ്കാരം, അത് കിഷ്കിന്ധയാണ്. 4-ാമത്തേതാണ് കാട്ടാളൻ്റെ സംസ്കാരം, അത് ശൃംഗിവേരമാണ്. ശരിക്കും ഇതിൽ ഏതാണ് നമുക്ക് അനിവാര്യം? യഥാർത്ഥത്തിൽ വേണ്ടത് ദശരഥൻ്റെ സംസ്കാരമല്ലേ? ദശരഥൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? 10 ഇന്ദ്രിയങ്ങളെ സംയമം ചെയ്ത യോഗിയാണ്. ആ യോഗിയുടെ അന്ധഃകരണമാണ് അയോധ്യ. അയോധ്യ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ആയോധനമില്ലാത്ത, യുദ്ധമില്ലാത്ത, സംഘർഷമില്ലാത്ത ഭൂമി എന്നാണ്. യഥാർത്ഥത്തിൽ അതല്ലേ സത്യത്തിൽ നമുക്ക് വേണ്ടത്? അത് ഇന്ദ്രിയ സംയമം ചെയ്ത യോഗിയുടെ അന്ധഃകരണം കൂടിയല്ലേ? ഇത് ശരിയായ തലത്തിൽ നമ്മളൊന്ന് വിചിന്തനം ചെയ്താൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ യുവതലമുറ എങ്ങോട്ട് പോകുന്നു? ഇന്ന് നമുക്കറിയാം, കഞ്ചാവ് കേസിൽ പ്രതിയായ വേടനെ പോലെയുള്ള അത്തരത്തിലുള്ള ആളുകളെ അവരെ സമൂഹം ഇന്ന് ഉയർത്തിക്കൊണ്ട് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വേടൻ്റെ സംസ്കാരം, ഈ കാട്ടാളൻ്റെ സംസ്കാരം, അത് നമ്മുടെ സമൂഹത്തിൽ ഇത് പ്രചരിപ്പിക്കുവാൻ, അതൊക്കെ ബുദ്ധിജീവികളെന്നറിയപ്പെടുന്ന, സ്വാഭിമാനം കൊള്ളുന്ന, അങ്ങനെയൊക്കെ നടിക്കുന്ന അവരൊന്നും എന്തേ ഇതിനെതിരെ പ്രതികരിക്കാത്തത്? കാരണം നമ്മുടെ സമൂഹം, സാംസ്കാരിക കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് തന്നെ ആശങ്കയുണ്ടാകുന്നില്ലേ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ധാർമ്മിക മൂല്യതയല്ലേ സമൂഹത്തിൽ കൊടുക്കേണ്ടത്? കവിത എന്ന പേരിൽ എന്തൊക്കെ ഈ കോപ്രായങ്ങളാണ് പടച്ചുവിടുന്നത്. അതിൽ ശ്ലീലമുണ്ട്, അശ്ലീലവുമുണ്ട്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ടതല്ലേ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാംസ്കാരിക കേരളത്തിന് അപമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവണതകളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുവാൻ നമ്മുടെ സമൂഹം ശ്രദ്ധിക്കേണ്ടതാണ്. ധാർമ്മിക മൂല്യതയുള്ള കുറേ പേരെങ്കിലും ഈ ഇത്തരം കാര്യങ്ങളിൽ മുമ്പോട്ട് വരേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് എല്ലാവരും. നമസ്തേ.